രേണുസുതിക്ക് പുറത്തേക്കുള്ള വഴി ഒരുക്കുകയാണ്. അക്ബർ അങ്ങനെ പെരുമാറിയതിന് രണ്ട് കാരണമുണ്ട്. രേണുസുതിക്ക് അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന ഓമനപ്പേര് നൽകിയതിൽ വലിയ വിമർശനമാണ് പല വിഷയങ്ങളിലും രേണുവിനെ എതിർക്കുന്നവർ പോലും ഉയർത്തുന്നത്. എന്തൊക്കെ വെറുപ്പും വിമർശനവും ഉണ്ടെങ്കിലും ഒരിക്കലും ഇത്തരം ഒരു മോശവിശേഷം ഏത് ടാസ്കിന്റെ പേരിലായാലും നൽകാൻ പാടില്ലെന്നാണ് പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ പരിധികൾക്കും അപ്പുറത്തുള്ള ഒരു വിശേഷണമായിരുന്നു അത്. അതിലൂടെ തന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ പോലും മാനസികമായി തന്നിലേക്ക് അടുപ്പിക്കാൻ രേണുസുതിക്ക് സാധിച്ചെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു. പരാമർശം അതിര് കടന്നുപോയി എന്ന് തോന്നിയതോടെ അക്ബർ ഖാൻ ക്യാമറയ്ക്ക് മുമ്പാകെ വന്ന് ജനങ്ങളോട് രേണുസുതിയോട് നേരിട്ട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. എന്തായാലും സീസൺ 7-ലെ ആദ്യ വീക്കെൻഡിൽ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും അക്ബർ ഖാന് ശക്തമായ താക്കീതും അതിനപ്പുറത്തേക്കുള്ള നടപടികളും നേരിടേണ്ടി വന്നേക്കാം. മറുവശത്ത് ഇപ്പോഴും അക്ബറിനെ പിന്തുണയ്ക്കുന്നവരും ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം. സെപ്റ്റിക് ടാങ്ക് പരാമർശത്തിൽ രേണു ചേച്ചിയോട് സഹതാപം തോന്നുമ്പോഴും അക്ബർ ഖാനോട് വിരോധം തോന്നാതിരിക്കാനുള്ള ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ കുറിക്കുന്നത്. ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞ ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സെപ്റ്റിക് ടാങ്ക് പരാമർശത്തിൽ രേണു ചേച്ചിയോട് സഹതാപം തോന്നുമ്പോഴും അക്ബർ ഖാനോട് വിരോധം തോന്നാതിരിക്കാനുള്ള രണ്ടു കാരണങ്ങളിൽ ഒന്ന് അയാൾ ജെനുവിനാണ് എന്നതാണ്. പുറത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടെന്നും എന്തിന്റെ പേരിലായാലും അവർക്കിത് ഇഷ്ടപ്പെടില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാളായിട്ടും അയാൾ ആ പേര് തന്നെ വിളിക്കുന്നിടത്ത് അത് വെളിവാകുന്നു. അയാൾക്ക് വേണമെങ്കിൽ സേഫ് സോണിൽ നിന്ന് ചിലരൊക്കെ ചെയ്ത പോലെ മറ്റൊരു പേർ വിളിക്കാമായിരുന്നു. പക്ഷേ ആൾ അത് ചെയ്തില്ല. മനസ്സിനുള്ളിൽ ഒരാളെ സെപ്റ്റിക് ടാങ്ക് എന്ന് കരുതുകയും പുറത്ത് പനിനീർ പൂവേ എന്ന് വിളിച്ച് ചിരിച്ച് തലോടുകയും ചെയ്യുന്ന മനസ്സ് പുഴുത്തവരെക്കാൾ ആ പേര് തന്നെ വിളിച്ച് തന്റെ അനിഷ്ടം അറിയിക്കുന്നവർ തന്നെയാണ് ജെനുവിൻ. അതുപോലെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒത്തിരി പേർ ഉള്ളപ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ അയാൾ തിരഞ്ഞെടുത്തതും അതിനുള്ള കാരണം പറഞ്ഞതും അയാളുടെ ജെനുവിനിറ്റി ശരിവെക്കുന്നു. 2, ഇത് ബിഗ് ബോസിന്റെ ഒരു മൈൻഡ് ഗെയിമാണ്. കൂടെയുള്ളവർക്കിടയിൽ മാനസികമായി അകൽച്ചയുണ്ടാക്കുക എന്നത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനെ മുതലെടുത്ത് കളിച്ചുകൊണ്ട് മാനസികമായി മറ്റൊരാളെ പരിക്കേൽപ്പിച്ച് അയാളുടെ താളം തെറ്റിച്ച് പുറത്തേക്കുള്ള വഴി തെളിയിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ മറ്റുള്ളവരെ ഏതു വിധേനയും പുറത്തെത്തിക്കുക എന്നതാണല്ലോ ഗെയിം. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇതിൽ രേണു വിക്ടിം കാർഡ് ഇറക്കിയത് തീരെ ശരിയായില്ല. ഗെയിമായി കാണുക. അക്ബർ ആ പേര് നൽകിയത് അയാളുടെ ഗെയിമാണ്. ആ പേരിലൂടെ അയാൾക്ക് രേണുവിനെ പ്രൊവോക്ക് ചെയ്യാൻ കഴിഞ്ഞു. പുറത്ത് പ്രേക്ഷകർക്കിടയിൽ ചിലർക്കെങ്കിലും രേണുവിനോട് സഹതാപവും തോന്നാൻ കാരണമായി. ഇതൊക്കെ ഗെയിമായി കാണൂ എന്ന് പറയുന്നവരും നിരവധിയാണ്.